ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരാഗ്രഹം, എവിടെയോ ഒരു പ്രതീക്ഷ. രാജു തന്നെയല്ലേ? ഒരിക്കൽ കൂടി ഒന്ന് എന്റെ രാജുവിനെ കാണിക്കൂ. ഞാനൊന്ന് മൂളിയാ മാർക്കറ്റിലെ പിള്ളേര് നേരെ നിന്റെ ഓഫീസിലോട്ട് ചെന്ന് കയറും. മതി ഹരിസാറേ, ഹരിസാറ് ചെല്ല്. ഹോളൊക്കെ ഞാൻ വൃത്തിയാക്കിട്ടോളാം. അളിയ ഒന്ന് സമാധാനപ്പെട്. നീ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കാണാടാ. കാണാ പോടെ. അവന്റെ മഞ്ഞ ഉടുപ്പ് കറുത്ത പേന്. അളിയാ, അളിയിൽ എന്തൊക്കെ കാണിക്കുന്നു? ദീപക്ക് ഋതിക മേടത്ത് വിവാഹം കഴിക്കുന്നതിന് അളിയന് പ്രശ്നമൊന്നുമില്ലായിരിക്കും. ഇനി അളിയന് മനസ്സിൽ വിഷമുണ്ടെങ്കിലും അതൊക്കെ മനസ്സിൽ ഒളിപ്പിച്ച് നടക്കാനുള്ള മനക്കരുത്ത് അളിയനുണ്ടാവും. പക്ഷെ നമ്മുടെ ഋതികമാണ് അങ്ങനെയാണോ അറിയാം? പാവമല്ല അളിയ, ചങ്ക് പൊട്ടിയ ആ പാവം ദീപക്കിന്റെ കൂടെ അവിടെ ഇരിക്കുന്നത്. അളിയൻ ഇങ്ങനെ ഇവന്മാര് പറയുന്നതും കേട്ട് ഈ വീട്ടിലെ വേസ്റ്റും പറയ്ക്കും ഇവരെ കൂടെ നിന്നാലേ ഋതിക മേഡത്തിന് എന്തുമാത്രം വിഷമം ഉണ്ടാവുമെന്ന് അളിയൻ അറിയാമോ? ഞാൻ എന്റെ ജോലി ചെയ്യുന്നതിന് ഋതിക മേഡം എന്തിനളിയാ വിഷമിക്കുന്ന? ഋതിക മേഡം ഈ കുടുംബത്തിന്റെ അവകാശി, ഞാൻ ഇവിടുത്തെ ജോലിക്കാരൻ. ഈ വീട്ടിലെ കുട്ടിയുടെ വിവാഹത്തിന് ഒരു വീട്ടു ജോലിക്കാരൻ അവന്റെ ജോലി ചെയ്യുന്നു. എനിക്കത്ര തോന്നുള്ളൂ. അളിയൻ എങ്ങനെ തോന്നും? പക്ഷേ കണ്ടു നിൽക്കുന്ന ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ശരി അളിയ, നമ്മൾ താഴേക്കട് ജനിച്ചവരാ. അവിടെ വളർന്ന് ഇപ്പോഴും ആ ലെവലിൽ നിന്ന് ഉയർന്നു വരാതെ താഴേക്കടയിൽ തന്നെ ജീവിക്കുന്നവരാ. പക്ഷേ അങ്ങനൊരു പക്ഷഭേദമില്ലാതെ അളിയനെ സ്നേഹിച്ച് അളിയനെ വിശ്വസിച്ച് അളിയന്റെ കൂടെ ഇറങ്ങി വന്നവളാ അളിയൻ ഈ പറഞ്ഞ കുടുംബത്തിന്റെ അവകാശം. അവർക്ക് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന നിഷ്കളങ്കമായൊരു മനസ്സുണ്ട്. ആ മനസ്സ് ദയവ് ചെയ്ത് അളിയൻ വിഷമിപ്പിക്കരുത്. എനിക്കാരെയും വിഷമിപ്പിക്കണമെന്നില്ലല്ല. ഈ വിവാഹത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി ചെയ്യണമെന്ന് വർമ്മ സാറ് എന്നോട് പറഞ്ഞൊരു വാക്കാ. അത് ഞാൻ അനുസരിക്കുന്നു, അത്രേ ഉള്ളൂ. അളിയ, ദയവ് ചെയ്ത് അളിയനൊന്നും മതിയാക്കും. ആ തലതിരിഞ്ഞവനെ മേഡത്തിന്റെ കലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നവരുടെ കൂട്ടത്തില് അളിയൻ ചേരല്ലേ? അളിയന് ശാപം കിട്ടും. മതി ഇവിടുത്തെ ജോലിയൊക്കെ. അളിയമ്മ, നമുക്ക് പോവാം. അവര് കല്യാണം നടത്തേ, ആ പാവത്തിന് കൊലയ്ക്ക് കൊടുക്കേ, എന്താന്ന് വെച്ച് ചെയ്യട്ടെ. അളിയൻ പൊയ്ക്കോ, ഞാനിവിടെ ഹാളിലെ ജോലിയൊക്കെ ഒന്ന് തീർത്തിട്ട് വന്നേക്കാം. അളിയ നന്നാവൂല അളിയ, എത്ര പറഞ്ഞാലും അളിയ നന്നാവൂല. ആ അളിയ, പിന്നെ അളിയനൊരു കാര്യം ഓർത്തു. ദീപക്കിന്റെ ഭാര്യയായി ഋതിക മേഡം ഒരു ദിവസം പോലും ജീവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഋതിക മേഡത്തിന് എന്തെങ്കിലും സംഭവിച്ച, മേഡം എന്തെങ്കിലും കടുകൈ ചെയ്ത, അതിന് കാരണക്കാരൻ അളിയൻ മാത്രമായിരിക്കും. ആ പെൺകുട്ടിയുടെ ശാപം വീഴാൻ പോകുന്നത് നമ്മുടെ കുടുംബത്തിനായിരിക്കും. പാവല്ലേ, അവളെ നമുക്ക് അംബികയുടെ ദുരുദ്ദേശത്തിന് വേണ്ടി ദീപകിന്റെ കൈ പിടിച്ചു കൊടുക്കുന്നത് കണ്ടു നിൽക്കാൻ പറ്റുമോ? രാജു പ്ലീസ്, രാജുവിനെ അവർക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. മനസ്സിലൊരാളെ പ്രണയിക്കുന്ന പെൺകുട്ടി മറ്റൊരാളെ വിവാഹം കഴിക്കുന്നതും അവള് നരകത്തിലേക്ക് എടുത്തു ചാടുന്നതും ഒരുപോലെയാ രാജു. ഒരിക്കൽ ഞാൻ ഈ പൂർണ്ണചന്ദ്രനിൽ
രാജുവിന്റെ മുഖം കണ്ടപ്പോഴായിരുന്നു രാജുവിനോട് എനിക്ക് സ്നേഹമുണ്ടെന്നും പിന്നീട് ആ സ്നേഹം പ്രണയമായിരുന്നു എന്നും ഞാൻ തിരിച്ചറിഞ്ഞത്. പക്ഷെ രാജുവിന്റെ മനസ്സിൽ എന്നോട് എന്ത് വികാരമുള്ളതെന്ന് അറിയുന്നതിന് മുൻപ് തന്നെ രാജുവിനെ ഞാൻ അറിയാതെ പ്രണയിച്ചു പോയി. എന്റെ പ്രണയത്തെ രാജു അംഗീകരിക്കൂ? എന്റെ പ്രണയത്തെ രാജു സ്വീകരിക്കൂ? ഇന്നൊന്നും ആലോചിക്കാതെ ഞാൻ എന്റെ ഹൃദയത്തിൽ രാജുവിനെ പ്രതിഷ്ഠിച്ചു. ഞാൻ പ്രണയിച്ച്, ഞാൻ വിശ്വസിച്ച് എന്റെ രാജുവിന്റെ മൗന സമ്മതത്തോടു കൂടെ നാളെ എന്റെ വിവാഹം നടക്കാൻ പോവാ. ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ വിധിയില്ലെങ്കിൽ പിന്നെ എന്തിനാ എന്റെ മനസ്സിൽ രാജുവിനോട് പ്രണയം തോന്നിച്ചത്? എന്തിന് അന്ന് പൂർണ്ണചന്ദ്രന് രാജുവിന്റെ മുഖം തെളിയിച്ച് എന്റെ മനസ്സിൽ രാജുവിനെ പ്രതിഷ്ഠിച്ചത്? ഞാൻ അവസാനമായിട്ട് ഒന്ന് ചോദിച്ചോട്ടെ, ശരിക്കും എന്റെ ജീവിതത്തിൽ എന്റെ ഇണയായി ജീവിതാവസാനം വരെ ജീവിക്കാൻ പോകുന്നത് ആരാണെന്ന് അവസാനമായിട്ട് ഒരിക്കൽ കൂടി എനിക്ക് പൂർണ്ണചന്ദ്രനിൽ കാണിച്ചു തരാമോ? ഇപ്പോഴും രാജുവിനോടുള്ള പ്രണയം എന്റെ മനസ്സിലുണ്ട്. പൂർണ്ണചന്ദ്രനിൽ രാജുവിനെ കണ്ടാലും ഇല്ലെങ്കിലും ആ പ്രണയം എന്റെ മനസ്സിൽ നിന്ന് പോകുകയോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരാഗ്രഹം, എവിടെയോ ഒരു പ്രതീക്ഷ, അത് രാജു തന്നെയല്ലേ? ഒരിക്കൽ കൂടി ഒന്ന് എന്റെ രാജുവിനെ കാണിക്കൂ. ആരാ ആരാ? രാജു.